വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഭൗമ സൂചിക പദവി ലഭിച്ച ഗുജറാത്തിലെ പരമ്പരാഗത കൈത്തറി ഇനത്തിന്റെ പേര് എന്താണ്? ഘർ ചോള. എന്താണ്? ഘർ ചോള. വടക്ക് കിഴക്കൻ ഇന്ത്യയും മ്യാൻമാറുമായുള്ള ബന്ധത്തെയും സാംസ്കാരിക കൈമാറ്റത്തെയും ശക്തിപ്പെടുത്താനായി പാങ്സൗ പാസ് ഫെസ്റ്റിവൽ, ഒരു ഫെസ്റ്റിവലിന്റെ പേരാണ് പാങ്സൗ പാസ്. അപ്പൊ പാങ്സൗ പാസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ചോദ്യം ഒന്നും കൂടെ നമ്മൾ പറയാം. വടക്ക് കിഴക്കൻ ഇന്ത്യയും മ്യാൻമാറുമായുള്ള ബന്ധത്തെയും സാംസ്കാരിക കൈമാറ്റത്തെയും ശക്തിപ്പെടുത്താനായി ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിന്റെ പേര് പാങ്സൗ പാസ് ഫെസ്റ്റിവൽ എന്നാണ്. അത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ കർഷകർക്ക് കീടനാശിനികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ആന്റി പെസ്റ്റിസൈഡ് ബോഡി സ്യൂട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പുറത്തിറക്കി. ആ ബോഡി സ്യൂട്ടിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? കിസാൻ കവച് എന്നാണ്. എന്താണ്? കിസാൻ കവച്. 2025 ജാനുവരിയിൽ ലിബിക്ക് വേണ്ടി പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു പ്രത്യേക ചോദ്യമാണ് അല്ലെ. ലിബിക്ക് സ്വന്തമായി അവർക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് ലിപി വേണം എന്ന് പറഞ്ഞ പോരാട്ടം അല്ലെങ്കിൽ പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. എന്താണ്? ത്രിപുര. ആ ഭാഷയുടെ പേര്, ത്രിപുരയ്ക്ക് 2 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. അതിലൊരു ഭാഷയായ കൊക്ബോ റോക്ക്. എന്താണ്? കൊക്ബോ റോക്ക്. ആ കൊക്ബോ റോക്ക് എന്ന് പറയുന്ന ആ ഭാഷയ്ക്ക് ലിപി വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നത്. അപ്പൊ ഈ കൊക്ബോറോക്ക് ഭാഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടേണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സിനിമയും കൂടി ഒന്ന് ഓർത്തു വെക്കാം നമുക്ക്. കാരണം അത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്, എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മലയാളിയായ ഫാദർ ജോസഫ് പുളിന്താനം, മലയാളിയായ ഫാദർ ജോസഫ് പുളിന്താനത്തിന് 2010 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനാക്കിയ സിനിമയാണ് യാർവിംഗ് ദ റൂട്ട്സ്. എന്താണ് സിനിമയുടെ പേര്? യാർവിംഗ് ദ റൂട്ട്സ്. ഇനി ഈ സിനിമയുടെ പ്രത്യേകതയാണ് ലിപി ഇല്ലാത്ത കൊക്ബോറോക്ക് ഭാഷയിൽ നിർമ്മിച്ച ചിത്രമാണ് യാർവിംഗ് ദ റൂട്ട്സ്. അപ്പൊ അതുകൊണ്ട് കൊക്ബോറോക്ക് ഭാഷയ്ക്ക് ഇപ്പോഴുള്ള പ്രസക്തി കണക്കിലെടുക്കുമ്പോൾ 2010 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ലിപി ഇല്ലാത്ത ഈ കൊക്ബോറോക്ക് ഭാഷ ഉപയോഗിച്ച് സംവിധാനം ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിക്കാം. എന്താണ്? യാർവിംഗ് ദ റൂട്ട്സ് എന്നാണ് ആ സിനിമയുടെ പേര്. സംവിധായകൻ ആരാണ്? ഫാദർ ജോസഫ് പൊളിന്താനം. അടുത്തത്, ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന കാർമൻ രേഖ കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? ആരാണ്? കാൾസൺ കിച്ചൻ. ആരാണ്? കാൾസൺ കിച്ചൻ എന്നാണ് ആ വനിതയുടെ പേര്. അവര് അമേരിക്കക്കാരിയാണ്. കാൾസൺ കിച്ചൻ 21കാരിയായ ഒരു ലേഡിയാണ്. അതായത് നോർത്ത് കരോലിന സർവകലാശാലയിലെ വിദ്യാർത്ഥിനി കൂടിയാണ് അവര്. അപ്പൊ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. കാൾസൺ കിച്ചൻ എന്ന അമേരിക്കക്കാരി, 21കാരിയായ അമേരിക്കക്കാരി, ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന കാർബൺ രേഖ കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി. ഇനി നമ്മുടെ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീ ഒക്കെ പ്രഖ്യാപിക്കേണ്ടേ. അപ്പൊ എത്ര പേർക്ക് കിട്ടി, ആർക്കൊക്കെ കിട്ടിയെന്നും കൂടി ഒന്ന് നമ്മൾ ഓർത്തു വെക്കാം. അപ്പോ 2025 7 പേർക്ക് പത്മവിഭൂഷൺ ലഭിക്കേണ്ടായി. 2025 പത്മവിഭൂഷൺ ലഭിച്ച ആൾക്കാരുടെ എണ്ണം 7. ഇനി അടുത്തത്, പത്മഭൂഷൺ ലഭിച്ചത് 19 പേർക്ക്. പത്മഭൂഷൺ 19 പേർക്ക്. പത്മശ്രീ നേടിയത് 113 പേരാണ്. പത്മശ്രീ 113 പേര്. അപ്പോ 2025 പത്മവിഭൂഷൺ നേടിയ വളരെ പ്രശസ്തനായിട്ടുള്ള, നമ്മൾ വളരെ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് അപ്പോ ലഭിച്ചിട്ടുണ്ടാവുക അല്ലെ. ഇനി MT വാസുദേവൻ നായരെ കൂടാതെ 2025
പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് ആർക്കാണെന്നും കൂടി ഓർക്കുക. സുസുക്കിയുടെ സ്ഥാപകനായ ഒസാമു സുസുക്കി. അപ്പൊ സുസുക്കി സ്ഥാപകൻ ഒസാമു സുസുക്കിക്കും MTക്കും 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിക്കേണ്ടായി. കൂടാതെ ഡി നാഗേശ്വർ റെഡ്ഡി, റിട്ടയേർഡ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗേഹർ, കുമുദിനി രജനീകാന്ത് ഘാലിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ശാരദ സിൻഹ തുടങ്ങിയവർക്കാണ് ഈ MTക്കും സുസുക്കിക്കും കൂടാതെ ലഭിച്ച ബാക്കി 5 പേര്. ഇനി 19 പേർക്ക് പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതില് പ്രധാനികള് മലയാളികളെ ഒക്കെ ഒന്ന് നമുക്ക് ഓർത്തു വെക്കാം. മലയാളികളായ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, മലയാളിയായ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, നടി നർത്തകി ആയ ശോഭന. ഇവർക്ക് 3 പേരെ ഒന്ന് ഓർക്കുക. PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുരം, ശോഭന. അവർക്ക് പത്മ ഭൂഷൺ ലഭിച്ച മലയാളികൾ. ഇനി പത്മശ്രീ ലഭിച്ച പ്രധാനികള് ഫുട്ബോൾ താരം IM വിജയൻ. എത്ര പേർക്ക് പത്മശ്രീ? 113 അല്ലെ. ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടി, ക്രിക്കറ്റ് താരം R അശ്വിൻ, ഗായകൻ അരിജിത് സിംഗ് തുടങ്ങിയവർ. ഓർക്കണം, ഗായകൻ അരിജിത് സിംഗ്, ഓമനക്കുട്ടി, അതുപോലെ IM വിജയൻ അല്ലെ, R അശ്വിൻ, ക്രിക്കറ്റ് താരം R അശ്വിൻ. ഇവർക്കൊക്കെ എന്തും ലഭിച്ചു? പത്മശ്രീയും ലഭിച്ചു. അടുത്ത് നോക്കുക, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ അല്ലെ. ആരാ അദ്ദേഹം? സുഭാഷ് ചന്ദ്രബോസ്. അറിയാം അല്ലെ. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷണമുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത്തെ എന്താ പറയുന്നത് ജന്മവാർഷികമാണ് ജാനുവരി 23 കടന്നുപോയത്. ഈ 2025 ജാനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത്തെ ജന്മവാർഷികമായിരുന്നു? 128. ഓർക്കണം, 128. അടുത്തത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാനുവരി 25 2025 ജാനുവരി 25 എത്രാം വാർഷികമാണ് ആഘോഷിച്ചത്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2025 ജാനുവരി 25 എത്രാമത്തെ വാർഷികം ആഘോഷിച്ചു? 75ാം വാർഷികം. എത്രാമത്തെയാണ്? 75ാം വാർഷികം. അടുത്ത് നോക്കുക, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയതാര്? ആരാണ്? മാഡിസൺ കെയ്സ്. ആരാണ്? മാഡിസൺ കെയ്സ്. അവര് അമേരിക്കൻ താരമാണ്. മാഡിസൺ കെയ്സ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ അമേരിക്കക്കാരിയായ മാഡിസൺ കെയ്സ് നേടി. ആരെ തോൽപ്പിച്ചു? ബെലറൂസിന്റെ ആര്യാന സബലേങ്കയെ തോൽപ്പിച്ചു. തോൽപ്പിച്ചത് ആരെയാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും പഠിക്കണം. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ അപ്പോ പുരുഷ സിംഗിൾസ് പഠിക്കൂ. ആരാണ് പുരുഷ സിംഗിൾസ് നേടിയത്? ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. ഇറ്റാലിയൻ താരമായ യാനിക് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് നേടി. ആരെയാണ് തോൽപ്പിച്ചത്? ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് തോൽപ്പിച്ചത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയാറുണ്ട് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഒരു 10-12 കറണ്ട് അഫയേഴ്സ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ വലിയൊരു ഭാരമായിട്ട് അത് തോന്നില്ല. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേക പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള കുട്ടികൾ അത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.